JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശനിയെക്കുറിച്ചാണ് പറയുന്നത്. ശനി മകരൻ രാശിയിൽ നിൽക്കുമ്പോഴും കുംഭൻ രാശിയിൽ നിൽക്കുമ്പോഴും ആ അനുഭവങ്ങൾ എന്താണ്, ഗുണമെന്താണ്, ദോഷമെന്താണ് എന്ന് ഓരോരുത്തർക്കും മനസ്സിലായി അതനുസരിച്ച് തന്നെ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ വേണ്ടിയാണ് ശനിയുടെ ഓരോ ഭാവങ്ങളും ഓരോ രാശിയും പ്രത്യേകമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്ന് മകരത്തിലെ ശനിയും കുംഭൻ രാശിയിലെ ശനിയും നമുക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട്, അത് എത്രത്തോളം ഗുണമാണ് ദോഷമാണ് എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ശനിയിൽ വിട്ടുപോയ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്രധാനമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്യോതിഷം പഠിക്കുന്നവരെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെയുള്ളത് ഇനിയുള്ള വീഡിയോയിൽ അല്പാൽപമായൊക്കെ ഉൾപ്പെടുത്തി പറയാം, ശ്രമിക്കാം. അപ്പോൾ ശനിയുടെ സ്വക്ഷേത്രമാണ് മകരം. മകരത്തിലെ ശനി ജീവിതത്തിൽ ഒരുപാട് നല്ല അനുഭവങ്ങളും ഉയർച്ചയും ഗുണവും നൽകാൻ കഴിയുന്ന ഒരു രാശിയാണ്. വായുരാശിയും രാത്രി രാശിയും സമരാശിയും നാൽക്കാലി രാശിയായി മകരത്തിൻ്റെ ആദ്യ പകുതിയും അതുപോലെ തന്നെ നദീമുഖത്തെ സൂചിപ്പിക്കുന്ന രാശിയുമാണ് മകരം. മകരൻ രാശിയിൽ ശനി 14ാമത്തെ ഡിഗ്രി അഥവാ 14ാമത്തെ ഭാഗയിൽ ചെല്ലുമ്പോൾ അതിന് ശനിയുടെ മൃത്യുഭാഗ എന്നും പറയും. ഇതൊക്കെ ജ്യോതിഷം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ച കാര്യങ്ങളാണ്. അതുപോലെ ശനിയെ സംബന്ധിക്കുന്ന പല ദേവതാരൂപങ്ങളുമുണ്ട്. അപ്പോൾ പ്രശ്ന രീതിയിൽ മകരത്തിലെ ശനിയുടെ ദേവത വനശാസ്താവാണ്. മറ്റ് രാശികളിലേക്ക് വരുമ്പോൾ ശാസ്താവ്, വേട്ടയ്ക്കൊരു മകന്, ചാത്തന്, മലദൈവം, ഭൈരവൻ, കുട്ടിച്ചാത്തൻ, ഗ്രാമദൈവം, പുലച്ചാമുണ്ടി, ചണ്ടാലപ്രേതം, ഇങ്ങനെ പല പേരുകളിൽ പല ദേവതാരൂപത്തെ ശനിക്ക് പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ ശനിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയണം എന്ന് ഞാൻ ആദ്യമേ ഉദ്ദേശിച്ചിരുന്നു. എന്നാൽ ഫലം പറഞ്ഞു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയതുകൊണ്ട് ആണ് ഈ ജ്യോതിഷം പഠിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഈ ദേവതാരൂപവും അതുപോലെ തന്നെ ശനിയുടെ രാശി ഭാവങ്ങളുടെ കാര്യങ്ങളുമൊക്കെ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ശനിയെക്കുറിച്ച് പറയുമ്പം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും പ്രായമായവരെയും അവശത അനുഭവിക്കുന്നവരെയും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. തൊഴിലാളികൾക്ക് പ്രിയപ്പെട്ടവനോ തൊഴിലാളി നേതാവോ അതുമല്ലെങ്കിൽ നിർമ്മാണ മേഖലയിൽ ധാരാളം പേരെ ജോലിക്ക് വെച്ച് ജോലി ചെയ്യിപ്പിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കോൺട്രാക്ടറോ അഥവാ ഏതെങ്കിലും വ്യവസായശാലയിൽ ജോലി ചെയ്യിക്കുന്ന വ്യക്തിയോ ആകാൻ ശനി വിചാരിച്ചാൽ സാധിക്കും. കാരണം മകരത്തിലെ ശനി സ്വക്ഷേത്രവാനാണ്. അത് ഇഷ്ടഭാവത്തിലൊക്കെ ആണെങ്കിൽ അത് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ടാക്കിത്തരും. പിന്നെ ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ചില മറ്റു കാര്യങ്ങളും ഉണ്ട്. ധൈര്യം, മുൻകോപം എന്നിവ ഇവർക്ക് സ്വതസിദ്ധമായി പലർക്കും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. പലപ്പോഴും ദൂരസ്ഥലങ്ങളിലോ വിദേശത്തോ ജോലി ചെയ്യുന്നവരായി കണ്ടുവരുന്നു. മകരൻ രാശി ചരരാശി ആയതിനാൽ ഒരു സ്ഥിരത, സ്ഥിരതയെന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി തമ്പടിച്ചു പോകുന്ന ഒരു സാഹചര്യം പലർക്കും കാണുന്നില്ല. അതുപോലെ സഞ്ചരിക്കുന്ന തൊഴിലെന്ന് പറയുമ്പം തൊഴിൽ സാധ്യതയെ സംബന്ധിച്ചാണ്. വാഹനം ഉപയോഗിച്ച് ഏതെങ്കിലുമൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു, അത് വിപണനം ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരാമല്ലോ. അങ്ങനെ സഞ്ചരിക്കുന്ന തൊഴിലായിട്ടും അതുപോലെ വായുരാശി എന്ന് പറഞ്ഞതുകൊണ്ട് വിമാന കമ്പനികളിൽ ജോലി സാധ്യതയും
നമുക്കിതിന് പറയാൻ പറ്റും. അപ്പോൾ അത്തരം കമ്പനികളിൽ ഏത് ജോലിയാണ്, അല്ലെങ്കിൽ ഉയർന്ന ജോലിയാണോ താഴ്ന്ന ജോലിയാണോ എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഈ മകരത്തിലെ ശനിയുടെ ശുഭയോഗ ദൃഷ്ടികളെയും ഏത് ഭാവത്തെ സൂചിപ്പിക്കുന്നു എന്നതിനെയും ഒക്കെ ആശ്രയിച്ച് മാത്രമേ നമുക്കതിനെ ഉറപ്പിച്ച് പറയാൻ കഴിയൂ. ഇത് പറഞ്ഞത് സാധ്യതയാണ് എന്നുള്ളതാണ്. അതുപോലെ എവിടെ ആയാലും ഏത് ജോലിയായാലും അവിടെ എല്ലാം ഇവർക്കൊരു മേൽക്കോയ്മയുണ്ടാകും എന്നുള്ളതാണ്, ഒരു പ്രാധാന്യം. അവരെ അത്ര ഈസിയായിട്ട് അങ്ങ് തള്ളിക്കളയാനോ തഴിഞ്ഞു കളയാനോ ഒന്നും പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കത്തില്ല. പിന്നെ ഉള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വേഷവിധാനം. അത് ഈ മകരത്തിലെ ശനിയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ആഡംബരപ്രിയരൊന്നുമല്ല. ആഡംബരമായ വലിയ വേഷമൊക്കെ ധരിച്ച് മറ്റുള്ളവരെ കാണിക്കുക അങ്ങനെയുള്ള ഒന്നുമില്ല. ലളിതമായ വേഷം, അതാണ് പൊതുവെ ഇവർക്ക് ഇഷ്ടമുള്ളത്. ജനങ്ങളോടൊപ്പം നിൽക്കുക, അവരുടെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കുക, കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക, ഇതെല്ലാം സാമൂഹ്യ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. മകരത്തിലെ ശനി ശുഭയോഗ ദൃഷ്ടിയോടും ഇഷ്ടഭാവത്തോടും കൂടി വന്നാൽ അവരുടെ ജീവിതം പടിപടിയായി ഉയർച്ചയിലേക്ക് കുതിക്കും. ഒന്നുമില്ലാതിരുന്ന പലരും ശനിയുടെ ഭാഗ്യം കൊണ്ട് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായി പല ഉയർന്ന നിലയിലും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ മറക്കരുത്. കാരണം ഈ മകരത്തിൽ ശനി നിൽക്കുന്ന, അല്ലെങ്കിൽ മകരം കുംഭം അതുപോലെ നല്ല രാശിയിൽ ശനി നിൽക്കുന്ന ആ ഒരവസ്ഥ ഇഷ്ടഭാവസ്ഥിതിയും അതുപോലെ ശുഭയോഗ ദൃഷ്ടിയുമൊക്കെ ഉള്ളവരുടെ ജാതകങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മകരത്തിൽ നിൽക്കുന്ന ശനിക്ക് കർമാധിപൻ എന്ന് പറയുമ്പോൾ 10ാം ഭാവം, തൊഴിലുമായി ബന്ധപ്പെടുന്ന ഭാവം വരിക, ഭാഗ്യാധിപൻ 9ാം ഭാവവുമായി ബന്ധപ്പെട്ട് വരിക, അതുപോലെ തന്നെ അഷ്ടമാധിപൻ. ഈ കർമാധിപനും ഭാഗ്യാധിപനും എന്നൊക്കെ പറയുമ്പോൾ നല്ല കാര്യങ്ങളാണെന്ന് ചിന്തിക്കും. അഷ്ടമാധിപൻ ആണെങ്കിൽ ആയുസ്സുണ്ടാകുമോ എന്ന് സംശയിക്കുന്നവരും കാണും. എന്നാൽ അഷ്ടമത്തിലെ ശനി, അതായത് സ്വക്ഷേത്രവാനായിട്ട്, ഇപ്പം മകരത്തിൽ നിൽക്കുന്ന ശനി സ്വക്ഷേത്രത്തിലാണല്ലോ, അങ്ങനെ നിൽക്കുന്ന ശനി അഷ്ടമാധിപനായി അഷ്ടമത്തിൽ തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഏതെങ്കിലും ഒരു ശുഭയോഗ വീക്ഷണം ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ആയുസ് ദീർഘായുസായിട്ട് തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഇതൊന്നും ഈ മകരത്തിലെ ശനി ഏത് ഭാവത്തിൽ നിന്നാലും അതത്ര വലിയ ദോഷമൊന്നും ചെയ്യുന്നില്ല. ഇഷ്ടഭാവത്തിൽ നല്ല സ്ഥിതിയിലാണ് നിൽക്കുന്നത് എങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ, മകരത്തിലെ ശനിയെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ശുഭഗ്രഹങ്ങളുടെ ഒരു യോഗ ദൃഷ്ടിയുമൊക്കെ ലഭിക്കുകയാണെങ്കിൽ അത് വളരെ ഉന്നതമായ നിലയിലെത്താൻ സഹായിക്കുന്നു എന്നുള്ളതും നമ്മൾ മറക്കരുത്. അപ്പോൾ മകരത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശാവഹാരം അതും അത്ര മോശമൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ ശനിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ മകരത്തിലെ ശനി തന്നെയാണെങ്കിലും അതിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോന്നോരോന്നായി എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിശദീകരിക്കാനുണ്ടാകും. അത്തരത്തിൽ വിശദീകരിച്ച് പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് ഒരുപാട് വീഡിയോ ആയല്ലോ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഓരോ ഭാവത്തിൽ വരുമ്പോഴും ഓരോ രാശിയിൽ വരുമ്പോഴും അവയൊക്കെ എത്രമാത്രം നമുക്ക് ഗുണം ചെയ്യും ദോഷം ചെയ്യും എന്നുള്ളത് പ്രത്യേകമായി കാണാൻ പല വീഡിയോ ഉണ്ട്. അത് അറിയാൻ പാടില്ലാത്തവർ അത്തരം വീഡിയോകൾ കണ്ട് മനസ്സിലാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയും നമുക്ക് കുംഭത്തിലെ ശനി എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ശനിയുടെ മൂലത്രികോണ രാശിയാണ് കുംഭം. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരിൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ള രാശിയാണ് കുംഭത്തിലെ ശനി. അധികാരം, നേതൃത്വ ഗുണം, രാഷ്ട്രീയ വിജയം, തെരഞ്ഞെടുപ്പിൽ വിജയം, ധനലാഭം, ഇങ്ങനെ പല നേട്ടങ്ങളും ഇവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വേണ്ടത്ര ശുഭയോഗ ദൃഷ്ടികൾ ഇല്ലാതെ
വരികയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പാപയോഗ ദൃഷ്ടിയാണ് കൂടുതലും വരുന്നത് എങ്കിൽ ഇവർ കാര്യസാധ്യത്തിന് ഏത് വഴിയും സ്വീകരിക്കും എന്നുള്ളതാണ്. പദവിയും പ്രശസ്തിയും ധനവും ഉണ്ടാകാൻ ജീവിതം കൂടുതൽ സുഖിക്കണം എന്നൊരു ആഗ്രഹവും ചിന്തയും ഇവരിലുണ്ടാകും. അതാണ് ഈ പാപയോഗ ദൃഷ്ടികളുടെ ഒരു പ്രത്യേകത. ഇവർക്ക് സുഖത്തിനോടും സുഖജീവിതത്തിനോടും സുഖിക്കണം എന്നുള്ള ഒരു ചിന്ത. കാരണം ധനവും പദവിയും അധികാരവും ഒക്കെ വരുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു ചിന്തയാണിത്. അപ്പം അങ്ങനെ വരുമ്പോൾ മദ്യം, മയക്കുമരുന്ന്, അതുപോലെയുള്ള വസ്തുക്കളോ സ്ത്രീ സേവയോ സുഖം പിടിച്ചു പോയാൽ അതിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാൻ വളരെ പ്രയാസമായിരിക്കും. കാരണം ഇവർ സുഖത്തിന് പിന്നാലെ പോകാൻ ഇഷ്ടപ്പെടുമ്പോൾ, അങ്ങനെ സുഖിച്ച് തുടങ്ങുമ്പോൾ, അത് എന്തോ ഒരു അനുഭൂതിയാണെന്ന് തോന്നുമ്പോൾ അതിൽ നിന്ന് പിന്മാറാൻ പലർക്കും സാധിക്കാതെ പോകുന്നു എന്നതുകൊണ്ടാണ്. കാരണം ഈ കുംഭത്തിലെ ശനി വളരെ മേന്മയും ഉയർച്ചയും ജീവിതത്തിൽ പലതും നേടിക്കൊടുക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു അഹങ്കാര മനോഭാവം തന്നെയാണ് ഈ പറഞ്ഞതൊക്കെ തന്നെ. ഈ ശീലം പലർക്കും ജീവിതാവസാനം കഷ്ടപ്പാടിൽ കലാശിക്കുന്നതായും കണ്ടിട്ടുണ്ട്. ജീവിതസുഖം ഏത് വിധത്തിലുള്ളതായാലും ഇവർ അത് മോശമായി കാണുന്നില്ല. അത് തെറ്റാണെന്നോ വേണ്ടാത്തതാണെന്നോ ഒന്നുമല്ല ഇവർ ചിന്തിക്കുന്നത്. ഇത് സുഖിക്കാനുള്ളതാണ്, ജീവിതമല്ലേ എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഇത് എല്ലാവരുടെയും കാര്യത്തിൽ നിങ്ങൾ കണക്ക് കൂട്ടരുത്. ഇപ്പം കുംഭൻ രാശിയിൽ ശനി നിൽക്കുന്ന എല്ലാവരും ഇങ്ങനെ പെണ്ണുങ്ങളുടെ പുറകെ, മദ്യത്തിൻ്റെ പുറകെ, മയക്കുമരുന്നിൻ്റെ പുറകെയൊക്കെ പോകുന്നവരാണ് എന്നൊരിക്കലും ചിന്തിക്കരുത്. കാരണം ശുഭയോഗ ദൃഷ്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം വെച്ചടി ഉയരത്തിലേക്ക് പോകും. നല്ല ജീവിതവും നല്ല ദാമ്പത്യവും നല്ല സുഖവുമൊക്കെ ആയിരിക്കും. പക്ഷേ വേണ്ടാത്ത ഭാവാധിപന്മാരായ പാപഗ്രഹങ്ങളൊക്കെ അവിടെ നിന്ന് ശല്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവരുടെ മൈൻഡ് മാറുന്നു, ചിന്താഗതി മാറുന്നു, സുഖം എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോകുന്നു എന്നാണ് അത്. പിന്നെ ഉള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അധികാരം, പണം, സ്ഥാനമാനങ്ങൾ ഇവ ലഭിക്കുമ്പോൾ ചിലർ വഴിവിട്ടുള്ള ജീവിതം തുടങ്ങും എന്നുള്ള ഒരു സൂചനയാണ് ഞാൻ പറഞ്ഞത്. സന്ദർഭമനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും അത്തരം ആൾക്കാർ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിവുള്ളവരാണ്. കുംഭത്തിലെ ശനിക്ക് ശുഭയോഗ ദൃഷ്ടിയും ഇഷ്ടഭാവസ്ഥിതിയും വന്നാൽ ജീവിതം നല്ല ഉയർച്ചയിലേക്ക് എത്തുകയും അതുപോലെ തന്നെ ധനവും പ്രശസ്തിയും കഴിവും നല്ല കുടുംബജീവിതവും ഉണ്ടാവുകയും സമൂഹത്തിൽ വിലയും നിലയും ലഭിക്കുകയും ചെയ്യും. നല്ലൊരു ശതമാനം പേരും നല്ല ജീവിതവും പദവിയും സുഖവും അനുഭവിക്കുമ്പോൾ ചെറിയൊരു ശതമാനം ആൾക്കാരാണ് ഈ സുഖത്തിന് പിന്നാലെ പോയി നശിക്കുന്നത്. അതുകൊണ്ടാണ് ശനിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചു. എന്താണ്? അല്പം ഈശ്വരവിശ്വാസവും വളഞ്ഞ വഴിയും കുരുട്ടുബുദ്ധിയും പ്രയോഗിക്കാതെ എല്ലാവർക്കും നല്ലത് വരണം എന്ന് ചിന്തിച്ച് ജീവിക്കുന്നവർക്ക് ശനി വലിയ ദോഷമൊന്നും ആർക്കും ചെയ്യില്ല എന്നുള്ളതാണ്. കഷ്ടപ്പാടിൽ നിന്ന് കരകയറാനും അഹങ്കരിക്കുന്നവരെ കഷ്ടപ്പാടിൽ നിന്ന് കരകയറാൻ ശനി നമ്മളെ സഹായിക്കുന്നത് പോലെ തന്നെ പദവിയും പണവും അതുപോലെ തന്നെ അധികാരവും ഒക്കെ കിട്ടുമ്പോൾ അഹങ്കരിക്കുന്നവരെ, ഞാൻ വലിയവനാണ്, കേമനാണ്, ഞാൻ വിചാരിച്ചാൽ ഇപ്പം എന്തും അങ്ങ് സാധിച്ചു കളയും അല്ലെങ്കിൽ ശരിയാക്കി കളയും എന്ന് ചിന്തിച്ച് വേണ്ടാധീനത്തിന് പോകുന്നവരെ സമയം വരുമ്പോൾ ഒന്നും അല്ലാതാക്കി താഴെ ഇറക്കി ദുരിതത്തിലേക്ക് തള്ളിവിടാൻ ഏറ്റവും ശക്തനായ ഒരു ഗ്രഹം ശനിയാണ്. എന്ന് പറഞ്ഞാൽ പണ്ട് തമിഴിൽ പറയുന്ന പോലെ നല്ലവനുക്ക് നല്ലവൻ എന്ന് പറയുന്ന പോലെ
നമ്മൾ പെട്ടെന്ന് ജീവിതം അങ്ങ് ഉയരണം, അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസം കൊണ്ട് കോടീശ്വരനാകണം, അധികാരം കിട്ടണം എന്നൊക്കെ ചിന്തിച്ച് മറ്റുള്ളവരെ ദ്രോഹിച്ച് വേണ്ടാത്ത പണിക്ക് പോകുന്നവരോടാണ് ശനി ഏതെങ്കിലും തരത്തിലുള്ള പണി കൊടുത്ത് അവരെ ശരിപ്പെടുത്തുന്നത്. മറിച്ച് നമ്മളായി നമ്മുടെ ജീവിതമായി അല്പം ഈശ്വരവിശ്വാസമൊക്കെ ആയി നേരെ പോ എന്ന രീതിയിൽ സാമാന്യം മറ്റുള്ളവരെ കൊണ്ട് നമുക്ക് ഉപകാരം ഒന്നും ചെയ്യാൻ പണം കൊടുത്തോ മറ്റു രീതിയിലോ ഒന്ന് സഹായിക്കാൻ പറ്റത്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ശനി ഒരു ദുരിതവും ഉണ്ടാക്കത്തില്ല, അവരെ സഹായിക്കും എന്നുള്ളത് നമ്മൾ അടിവരയിട്ട് തന്നെ മനസ്സിലാക്കണം. ഈ വീഡിയോ ശനിയുടെ ഗുണദോഷങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ ഓരോ അവസ്ഥയിലും ശനി നമുക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ളത് ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് തന്നെ ഒരു ഗ്രഹനില എടുത്ത് പരിശോധിച്ച്, അല്ലെങ്കിൽ ജാതകം കയ്യിലുണ്ടെങ്കിൽ അത് പരിശോധിച്ച് അത് ഏത് കാലത്താണ് വരുന്നത്, ശനിയുടെ ദശാപഹാരങ്ങളും അതുപോലെ തന്നെ ഗോചരത്തിൽ ശനി വരുന്ന കാലവും നല്ലതാണോ മോശമാണോ എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതം ഒന്ന് ക്രമപ്പെടുത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് കൂടുതലും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി സഹായകരമാകത്തക്ക വിധത്തിൽ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി എല്ലാ വീഡിയോയും നിങ്ങൾക്കുടനുടൻ തന്നെ ലഭിക്കുന്ന തരത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും സഹായിക്കട്ടെ എന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.